നമസ്കാരം. ഏതൊരു രാജ്യത്തിൻ്റെയും ശക്തി എന്താണ്? സംശയം വേണ്ട, തർക്കം വേണ്ട. ആ രാജ്യത്തിൻ്റെ സൈനിക കരുത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും സുരക്ഷിതമായി തുടരുന്നത് അതിർത്തിയിലെ സൈനിക ശക്തി കൊണ്ടാണ്. ഏറ്റവും അധികം സൈനിക ശക്തി നമ്മൾ സുരക്ഷയ്ക്കായി പ്രയോഗിക്കുന്നത് പാകിസ്ഥാൻ അതിർത്തിയിലാണ്. ഇപ്പോഴിതാ 23 പാകിസ്ഥാൻകാർക്ക് രക്ഷകരായി മാറിയിരിക്കുകയാണ് നമ്മുടെ സേന. കരയിലും കടലിലും ആകാശത്തും ഒരുപോലെ ആക്രമണം നടത്താൻ സജ്ജമാണ് നമ്മുടെ സേനാ അംഗങ്ങൾ. ഏതൊരാക്രമണത്തെയും ചെറുക്കാനും ശേഷിയുണ്ട് നമ്മുടെ സേനയ്ക്ക്. അതുകൊണ്ടാണ് ഉൾക്കടലിൽ നിരന്തരം നടക്കുന്ന പോരാട്ടങ്ങളിലൂടെ കടൽ കൊള്ളക്കാരെ തുരത്താൻ നമ്മുടെ നാവികസേനയ്ക്ക് സാധിക്കുന്നത്. അറബിക്കടലിൽ 12 മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇറാനിയൻ കപ്പൽ മോചിപ്പിച്ചത്. ആ കപ്പലിൽ 23 പേർ ഉണ്ടായിരുന്നു. അവർ 23 പേരും പാകിസ്ഥാൻകാരാണ്. വാർത്താരംഭം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇഡിയെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുന്നു. പൗരത്വ വിഷയവും തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കാൻ CPIM. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF മണ്ഡല പര്യടനത്തിന് ഇന്ന് തുടക്കം. ഇഡിക്കെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസും. കെജ്രിവാളിന്റെ അറസ്റ്റിൽ നാളെ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പങ്കെടുക്കും. ആദായ നികുതി വകുപ്പിന്റെ നടപടിയെ രാഷ്ട്രീയമായി നേരിടാൻ കോൺഗ്രസ്. ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം. സംസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങളിൽ റാലികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ച് മുന്നണികൾ. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. വി മുരളീധരൻ, തോമസ് ഐസക്, MK രാഘവൻ എന്നിവർ ഇന്ന് പത്രിക നൽകും. ഉത്തർപ്രദേശിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. പ്രധാനമന്ത്രിയുടെ മെഗാ റാലി ഇന്ന്. 80 സീറ്റുകളിലും വിജയം ലക്ഷ്യം. സാമ്പത്തിക വർഷത്തെ അവസാന പ്രവൃത്തി ദിനം ഇന്ന്. ട്രഷറികൾ ധനമന്ത്രി സന്ദർശിക്കും. ബാങ്കുകൾക്ക് നാളെയും പ്രവൃത്തി ദിനം. അറബിക്കടലിൽ വീണ്ടും കടൽ കൊള്ളക്കാരെ നേരിട്ട ഇന്ത്യൻ നാവികസേന. കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇറാനിയൻ കപ്പലും പാകിസ്ഥാൻ ജീവനക്കാരെയും മോചിപ്പിച്ചു. പോരാട്ടം നീണ്ടത് 12 മണിക്കൂർ. തമിഴ് ചലച്ചിത്ര താരം ഡാനിയൽ ബാലാജി അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന്. മലയാളം, കന്നഡ, തെലുങ്ക് ഭാഷകളിലും തിളങ്ങിയ താരം. കാസർഗോഡ് മദ്രസാധ്യാപകനെ കഴുത്തറുത്ത് കൊന്ന കേസിൽ വിധി ഇന്ന്. റിയാസ് മൗലവി വധക്കേസിൽ വിധി പറയുന്നത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. പ്രതികൾ സംഘപരിവാർ പ്രവർത്തകർ. പാലക്കാട് വൃദ്ധയെ ആക്രമിച്ച കാട്ടുപന്നികളെ കൊന്നു. 2 പന്നികളെ വെടിവെച്ചു കൊന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. ദേവികുളത്ത് വീണ്ടും പടയപ്പ ഇറങ്ങി. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഇറങ്ങുന്നു. ജംഷഡ്പൂർ FCയെ നേരിടും. അഡ്രിയാൻ ലൂണ കളിക്കില്ല. മത്സരം ന്യൂസ് 18 കേരളത്തിൽ തത്സമയം. IPLൽ ഇന്ന് ഒരു മത്സരം. പഞ്ചാബ് കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പത്രികാ സമർപ്പണം ഉൾപ്പെടെ തുടരുകയുമാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളിലേക്ക് വരാം. അതിനു മുമ്പ് ദേശീയ വാർത്തകളിലൂടെയാണ് വാർത്താരംഭം ഇന്ന് ആരംഭിക്കുന്നത്. അതിൽ തന്നെ ദേശീയ തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾ ആണ്. കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി ED മാറിയിരിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണം ശക്തമാണ്. ഇഡിക്കെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസും രംഗത്ത് എത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലം ആണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ആണ്
വ്യാപകമായ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇന്ത്യ മുന്നണി ഒന്നടങ്കം ഈ പ്രതിഷേധം ശക്തിപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ഭാഗമായി നാളെ പ്രധാനപ്പെട്ട റാലികൾ ഉൾപ്പെടെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, കേരളത്തിലും ED വലിയ ചർച്ചാ വിഷയമാണ്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ വാർത്താരംഭം EDയിൽ നിന്ന് തന്നെ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചയായിട്ടുള്ളത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റാണ്. ED കസ്റ്റഡിയിൽ കെജ്രിവാൾ തുടരുകയാണ്. അവിടെ ഭരണം ഏത് നിലയിലാണ് ഇനി മുന്നോട്ട് പോവുക എന്നത് സംബന്ധിച്ച ആശങ്കകൾ ഉണ്ട്. അതിനിടയിലാണല്ലോ ഇന്ത്യ മുന്നണി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ വിഷയത്തിൽ കൂടുതൽ കരുത്ത് കാണിക്കാനും പ്രതിഷേധം ശക്തിപ്പെടുത്താനും തയ്യാറെടുക്കുന്നത്. അഭിലാഷ്, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആരോപണം പ്രതിപക്ഷം കാലങ്ങളായി ഉന്നയിക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും സമാനമായ രീതിയിലുള്ള ആരോപണം തന്നെ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. അതായത് കേന്ദ്ര ഏജൻസികളെ ഉന്നയിച്ച് വേട്ടയാടുമ്പോൾ BJPയിൽ എത്തുന്ന അല്ലെങ്കിൽ BJPയുടെ ഭാഗമാകുന്ന നേതാക്കൾക്കെതിരെ ആ നടപടി അവസാനിപ്പിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രഫുൽ പട്ടേലിന് അടക്കം അതിനായ കേസുകളൊക്കെ കഴിഞ്ഞ ദിവസം അവസാനിപ്പിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഏതായാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത് പ്രത്യക്ഷ സമരത്തിലുണ്ടായിരുന്നത് ആം ആദ്മി പാർട്ടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ നാളെ ഇന്ത്യ മുന്നണി ഒന്നടങ്കം കെജ്രിവാളിന് വേണ്ടി ഇറങ്ങുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. അതായത് നാളെ ഡൽഹിയിലെ രാംലീല മൈതാനിയിലാണ് റാലി നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ റാലിയിൽ പങ്കെടുക്കും. അതായത് കോൺഗ്രസിൽ നിന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ എത്തും. ഒപ്പം ശിവസേനയിൽ നിന്ന് ആദിത്യ താക്കറെ, ഒപ്പം സഞ്ജയ് റൌത്ത് തുടങ്ങിയവർ ഈ റാലിയുടെ ഭാഗമാകും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ജനറൽ സെക്രട്ടറി D രാജ തുടങ്ങിയവർ പങ്കെടുക്കും. ഒപ്പം ജാർഖണ്ഡ് JMMന്റെ നേതാക്കൾ പങ്കെടുക്കും. RJDയുടെ തേജസ്വി യാദവ് നാളത്തെ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഭാഗമായിക്കൊണ്ട് കേന്ദ്രത്തിനെതിരെ ഒരു ഐക്യം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഏതായാലും ഡൽഹിയിൽ നടക്കുന്ന റാലിയിലുണ്ട്. കെജ്രിവാളിൻ്റെ അറസ്റ്റ്, ഏതായാലും ഈ അറസ്റ്റിന് ശേഷം നിയമ പോരാട്ടവും ഒപ്പം തന്നെ രാഷ്ട്രീയ പോരാട്ടവും ആം ആദ്മി പാർട്ടി ഒരു വശത്ത് ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഒരു മാപ്പുസാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് അയാളാകട്ടെ നേരത്തെ BJPക്ക് ഇത്തരത്തിൽ ഫണ്ട് നൽകിയിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് വഴി ഫണ്ട് നൽകിയിട്ടുള്ള ആരോപണം ആം ആദ്മി പാർട്ടി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നാളത്തെ റാലിയിലും സമാനമായ നീക്കം തന്നെയായിരിക്കും, ഒരു ഐക്യവേദി രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയായിരിക്കും പ്രതിപക്ഷ കക്ഷികൾക്കുള്ളത്. പ്രത്യേകിച്ച് ഡൽഹിയിൽ ഇത്തവണ 2014 2019 അപേക്ഷിച്ച് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമായി മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് റാലിയാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൂടി ആം ആദ്മി പാർട്ടിക്കുണ്ട്. ഏതായാലും ഈ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ ഒട്ടും പിന്നോട്ടില്ല. നിയമപരമായ പോരാട്ടവും രാഷ്ട്രീയ പോരാട്ടവും തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടി ഉള്ളത്. ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ആകട്ടെ ആദായ നികുതി വകുപ്പിന്റെ കൂടി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ER രാഗേഷിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുമ്പോൾ പൗരത്വ ഭേദഗതിയും ED വിഷയവും ഉന്നയിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDFന്റെ മണ്ഡല പര്യടനത്തിന് തുടക്കമാവുകയാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയം ആളിക്കത്തിക്കുന്ന വർഗീയ ശക്തികളെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കൂ എന്നും മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാതെ അവസരവാദ രാഷ്ട്രീയം പറ്റുകയാണ് കോൺഗ്രസ് എന്നുമാണ് LDFന്റെ നിലപാട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 3 ഇടങ്ങളിലാണ് ഇന്നത്തെ പര്യടനം. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുണാണ് ചേരുന്നത്. അരുൺ, തെരഞ്ഞെടുപ്പ് വാർത്തകളിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് എങ്കിലും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ രാഗേഷ് പങ്കുവച്ചത്. അതിൻ്റെ ഒരു തുടർച്ചയാണല്ലോ കേരളത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ മകൾ ED അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നു. അപ്പോൾ കേന്ദ്രത്താൽ നിയന്ത്രിക്കപ്പെടുന്ന EDക്ക് എതിരെ കോൺഗ്രസ് ഉൾപ്പെടെ വലിയ പ്രതിഷേധം അവിടെ ഉയർത്തുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ പശ്ചാത്തലം മാറുന്നു. അതിനെ CPIM ഏത് തരത്തിൽ ആണ് വിലയിരുത്തുന്നത്? അതോടൊപ്പം CAA പോലെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ദേശീയ തലത്തിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ ഉൾപ്പെടെയാണല്ലോ CPIM കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത്. അഭിലാഷ, വർഗീയതയ്ക്കെതിരെ നാടിന് വേണ്ടി നമുക്ക് ഒന്നിച്ചിറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു കുറിപ്പിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ മണ്ഡലം പര്യടനം ഇന്ന് തുടങ്ങുന്നത്. ഇന്നു മുതൽ 22-ാം തീയതി വരെ സംസ്ഥാനത്ത് 20 മണ്ഡലങ്ങളിലും ഒരു മണ്ഡലത്തിൽ 3 പൊതുയോഗങ്ങൾ വീതം, അതായത് 60 പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കും. അവിടെയൊക്കെ പ്രധാനമായും അദ്ദേഹം സംസാരിക്കാൻ പോവുക പൗരത്വ നിയമ ഭേദഗതി വിഷയം തന്നെയാണ്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും കോൺഗ്രസിൻ്റെയും
നിലപാടുകൾ തന്നെയാകും മുഖ്യമന്ത്രി വിമർശിക്കാൻ പോവുക. അതിനൊപ്പം തന്നെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഇക്കാര്യവും ചർച്ചയ്ക്ക് വരുമെന്ന ഉറപ്പാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ നീക്കങ്ങൾ ചർച്ചയ്ക്ക് വരുമെന്ന ഉറപ്പാണ്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷ കക്ഷികളെ ഇല്ലാതാക്കാൻ, പ്രതിപക്ഷത്തെ ദുർബലപ്പെടുത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ BJP ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും മാസപ്പടി ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ അന്വേഷണം നേരിടുകയാണ്. അവരെ വൈകാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. അപ്പോഴും സമാന നിലപാട് തന്നെ. കേന്ദ്ര ഭരണം ഉപയോഗിച്ചുകൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ, പ്രധാനപ്പെട്ട നേതാക്കളെ, പ്രധാന പാർട്ടികളെ ഇത്തരത്തിൽ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമായി തന്നെ ഇടതുമുന്നണി ഇതിനെ വ്യാഖ്യാനിക്കും. മുഖ്യമന്ത്രി ഒരുപക്ഷെ ആ യോഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ തന്നെയാകും മറുപടി പറഞ്ഞു പോവുക. കോൺഗ്രസ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ EDയുടെ നീക്കങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴും കേരളത്തിൽ അത്തരമൊരു പിന്തുണ CPMന് മുഖ്യമന്ത്രിക്ക് നൽകില്ല എന്നുറപ്പാണ്. കോൺഗ്രസ് നേതാക്കളുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരണത്തിൽ നിന്ന് അത് വ്യക്തമാണ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എല്ലാം അടവാണ്, എല്ലാം അഭിനയമാണ്, എല്ലാം ഒത്തുകളിയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. അതിനെ CPM നേരിടുന്നതും വളരെ വ്യത്യസ്തമായ ശക്തമായ രീതിയിൽ തന്നെയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യം മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചവരാണ് കോൺഗ്രസ് നേതൃത്വം. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചവരാണ് കോൺഗ്രസ് നേതൃത്വം. അവരാണിപ്പോൾ കെജ്രിവാളിന് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്നത്. ഇപ്പോൾ അവർ ചോദിക്കുന്നത് എന്തുകൊണ്ട് കേരളത്തിലേക്ക് ഏജൻസികൾ വരുന്നില്ല എന്നാണ്. അവിടെയാണ് കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM ഇടതുമുന്നണി ഈ നീക്കങ്ങളെ നേരിടാൻ പോകുന്നത്. കേരളത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ പോലും ആ രീതിയിൽ അവർ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നാലും പ്രതിപക്ഷത്തിനൊരു പിന്തുണ, ഇന്ത്യ മുന്നണി എന്നൊരു പിന്തുണ ഇവിടെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിക്കും CPMനും ഇടതുമുന്നണിക്കും ലഭിക്കില്ല എന്ന ഉറപ്പാണ്. തീർച്ചയായും ഇന്ന് LDF ക്യാമ്പയിനുകൾക്ക് വലിയ തോതിൽ തുടക്കമാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതിൽ CAA പോലെയുള്ള വിഷയങ്ങൾ ആണ് ഉയർത്തി കാണിക്കുന്നത് എങ്കിൽ പോലും EDയുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെടെ പ്രധാനമന്ത്രി സൂചിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി സൂചിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളും ED അന്വേഷണത്തിൻ്റെ പരിധിയിലാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇത് ശ്രദ്ധേയമാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഈ EDയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ദേശീയ തലത്തിൽ ചർച്ചയാകുമ്പോൾ ആദായ നികുതി വകുപ്പ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വരിഞ്ഞു മുറുകുന്നു എന്നാണ് ആക്ഷേപം ഉയരുന്നത്. കോൺഗ്രസിൻ്റെ രാജ്യവ്യാപക പ്രതിഷേധം ഇന്ന് നടക്കുകയാണ്. സംസ്ഥാന ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ സംഘടിപ്പിക്കും. 1823 കോടി രൂപ കൂടി അടയ്ക്കാനുള്ള നോട്ടീസിന് എതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ആണ് തീരുമാനം. രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, ഈ തരത്തിൽ ഒരു നികുതി ഭീകരത എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിന് പോലും തുക കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് കോൺഗ്രസും പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണം മുറുകുമ്പോൾ കോൺഗ്രസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. നേതാക്കൾ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തു. അതായത് പോസ്റ്റർ അടിക്കാനും ഒപ്പം തന്നെ യാത്രയ്ക്കും മറ്റും പണമില്ല എന്ന സാഹചര്യം സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. അതിന് കാരണം കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു, ഒപ്പം ആദായ നികുതി വകുപ്പ് നിരന്തരം നോട്ടീസ് അയക്കുന്നു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന് ലഭിച്ച ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് പ്രകാരം 1823 കോടി രൂപയാണ് അടയ്ക്കേണ്ടത്. അതായത് 2017-18 സാമ്പത്തിക വർഷം മുതൽ 2020-21 വരെയുള്ള സാമ്പത്തിക വർഷത്തെ പിഴയും പലിശയും അടക്കം 1823 കോടി രൂപ അടയ്ക്കണമെന്ന നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ വിഷയത്തിൽ. പക്ഷേ 2 തവണ സമീപിച്ചെങ്കിലും അനുകൂല തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. നിയമവിദഗ്ധരുമായി ഈ വിഷയത്തിൽ കൂടിയാലോചന നടത്തി. കോൺഗ്രസ് നേതാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, അവർക്ക് ലഭിച്ച നോട്ടീസുകളിൽ 1993 അടക്കം പണം അടയ്ക്കണമെന്ന ആവശ്യം ആദായ നികുതി വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ 30 വർഷം കഴിഞ്ഞ് ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നൊരു ചോദ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. രണ്ടാമതായി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിന് ഇത്തരത്തിൽ പിഴയും പലിശയും അടയ്ക്കാനുള്ള മാനദണ്ഡം അത് BJPയെ വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതേ മാനദണ്ഡം BJPയുമായി താരതമ്യം ചെയ്യുമ്പോൾ BJP ഏതാണ്ട് 4000 കോടി രൂപ അത്തരത്തിൽ അടയ്ക്കേണ്ടതാണ്. പക്ഷേ അത്തരം ഒരു നീക്കം
നീക്കവും ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അപ്പോൾ ആദായ നികുതി വകുപ്പിനെ ഒരു രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകാനാണ് തീരുമാനം. അടുത്ത ആഴ്ച തന്നെ ഹർജി നൽകുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. മറുവശത്ത് രാഷ്ട്രീയമായും ഈ വിഷയത്തെ കൂടുതൽ ഉന്നയിക്കുക എന്ന ലക്ഷ്യം കൂടി കോൺഗ്രസിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ രാജ്യവ്യാപകമായി പ്രതിഷേധം നടക്കുന്നത്. PCCകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധങ്ങൾ നടക്കുക. ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. ഡൽഹിയിൽ ഏതായാലും ഡൽഹി PCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ ദേശീയ നേതാക്കളൊക്കെ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് കോൺഗ്രസ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ സംസ്ഥാനത്തും പ്രതിഷേധം ശക്തമാക്കാനാണ് KPCCയുടെ തീരുമാനം. കൊച്ചി, കോഴിക്കോട് ഓഫീസുകൾക്ക് മുന്നിൽ ഇന്ന് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ മുഴുവൻ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്യുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ മുമ്പോട്ട് നീങ്ങുന്നതിന് പിന്നാലെയാണ് ശക്തമായ പ്രതിഷേധം ദേശീയ തലത്തിൽ അലയടിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാനത്തും ഈ കേന്ദ്ര നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തുന്നത്. AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ, ആലപ്പുഴയിലെ UDFന്റെ സ്ഥാനാർത്ഥി കൂടിയായ KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് 2 ദിവസം ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ് എന്നാണ്. എന്തായാലും ഈസ്റ്റർ കാലമാണ്, അതുകൊണ്ട് തന്നെ ഒരു തെരുവിലിറങ്ങി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാൻ ഇടയില്ലായെങ്കിലും സ്വാഭാവികമായി കോൺഗ്രസിന്റെ കൃത്യമായ നിലപാട് പൊതുവേദികളിൽ പരസ്യമാക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം മാറും. കേന്ദ്ര ഏജൻസികളെ കോൺഗ്രസിനെ വരിഞ്ഞു മുറുക്കാനായി രാഷ്ട്രീയ ലാഭത്തോടെ BJP ഉപയോഗിക്കുകയാണ് എന്ന വിമർശനമാണ് പ്രധാനമായി കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ വേദികളിലും അത് ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ ചെലവുകൾ വഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആരംഭിച്ചതാണ്. അതോടൊപ്പമാണ് കൂപ്പൺ അടിച്ചിറക്കിക്കൊണ്ട് പണം കണ്ടെത്തുന്ന നടപടികളിലേക്ക് കൂടി കോൺഗ്രസ് നേതൃത്വം, സംസ്ഥാന നേതൃത്വം അത്തരം നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. എന്തായാലും ജില്ലാ കമ്മിറ്റികൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രാദേശിക തലത്തിൽ പണം സ്വരൂപിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണമെന്നും വലിയൊരു പ്രതിസന്ധിയിലൂടെ, സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള സഹായവും സ്ഥാനാർത്ഥികൾക്ക് നൽകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ആവശ്യമായി വരുന്ന എല്ലാ ചെലവുകളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ തന്നെ നേതൃത്വത്തിൽ കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ഈ പാർട്ടിയുമായി അനുഭാവം പുലർത്തുന്ന വ്യാപാരികൾ, വ്യവസായികൾ, അതോടൊപ്പം തന്നെ വിദേശത്തുള്ളവർ, ജോലി ചെയ്യുന്നവർ, അവരിൽ നിന്നൊക്കെ പരമാവധി പണം സ്വരൂപിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ഒരു വശത്ത് പുരോഗമിക്കുന്നതിനിടയിലാണ് അതേസമയം തന്നെ BJPക്കെതിരായ ഒരു രാഷ്ട്രീയ പ്രചാരണായുധമായി കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നൊരു വിഷയം കൂടി കോൺഗ്രസ് ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ആദായ നികുതി വകുപ്പ് അതിശക്തമായ നിലപാടുമായി ആണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ മാത്രമാണ് എന്നതാണ് ആക്ഷേപം. അതോടൊപ്പം തന്നെയാണ് ഇന്ന് നടപ്പ് സാമ്പത്തിക വർഷത്തെ അവസാന പ്രവൃത്തി ദിവസമാണ്. ഇത് നികുതിദായകരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ദിനം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ബില്ലുകൾ പാസാക്കും എങ്കിലും പണം നൽകുന്നത് വൈകും എന്നാണ് വിവരം. അത് ഏപ്രിൽ 1 ശേഷം, പുതിയ സാമ്പത്തിക വർഷത്തിന് ശേഷം മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ ട്രഷറികളിൽ ധനമന്ത്രി ഇന്ന് സന്ദർശനം നടത്തുവാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ആഘോഷത്തിൻ്റെ സമയം ആണ്, ഈസ്റ്റർ ദിനം ആണ് വരുന്നത്. നാളെ ഈസ്റ്റർ ആണ് എങ്കിലും ബാങ്കുകൾക്ക് പ്രവൃത്തി ദിനവും ആണ്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ അറബിക്കടലിൽ വീണ്ടും കടൽ കൊള്ളക്കാരെ നേരിട്ട് ഇന്ത്യൻ നാവികസേന. കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇറാനിയൻ കപ്പലും പാകിസ്ഥാൻ ജീവനക്കാരെയുമാണ് മോചിപ്പിച്ചത്. 12 മണിക്കൂർ നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിലാണ് ഈ മോചനം സാധ്യമായത്. മനു ഭരത്താണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. മനു, ഇതിനു മുമ്പും ഇത്തരത്തിൽ കടൽ കൊള്ളക്കാരെ തുരത്തിയ സാഹചര്യമുണ്ട്. അത് ഇന്ത്യൻ നാവികസേനയുടെ നേട്ടമായി തന്നെ കാണേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ 23 പാകിസ്ഥാൻ പൗരന്മാർക്ക് രക്ഷകരായി മാറുന്നത് ഇന്ത്യൻ നാവികസേനയാണ്. അതെ, ഇന്ത്യൻ നാവികസേന ഒരു കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അപകടത്തിൽപ്പെട്ട ആരെയും സഹായിക്കാൻ ഉള്ള സന്നദ്ധത നാവികസേനയ്ക്കുണ്ട്. അവരുടെ രാജ്യം ഏത് ആയാലും അത് നോക്കിക്കാണുന്നില്ല. മറിച്ച് ആളുകളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതിനാണ് പരമ പ്രാധാന്യം നൽകുന്നതെന്ന് നാവികസേന വ്യക്തമാക്കുന്നു. അത് വളരെ പ്രകടമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഇറാനിയൻ കപ്പൽ
കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വിവരം നാവികസേനയ്ക്ക് ലഭിക്കുന്നത്. അത് ആ സമയത്ത് തന്നെ അതിൽ അടിയന്തരമായി നാവികസേന ഇടപെടുന്നു. സൊക്കോർട്ടിയ എന്ന ഈ ദ്വീപിന് സമീപത്ത് വെച്ചാണ്, അവിടുന്ന് ഒരു 90 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ കപ്പൽ ഈ കടൽ കൊള്ളക്കാർ കൈവശപ്പെടുത്തുന്നത്. യമൻ തീരത്താണ് ഈ ദ്വീപുള്ളത്. അങ്ങോട്ടേക്ക് നാവികസേന തിരിക്കുന്നു. 2 സുപ്രധാന കപ്പലുകൾ, ഇന്ത്യൻ പടക്കപ്പലുകൾ, ഒന്ന് INS സുമേധ, മറ്റൊന്ന് INS തൃശൂർ. ഈ 2 കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് 12 മണിക്കൂർ നീണ്ട ഒരു പ്രയത്നത്തിനൊടുവിലാണ് ഈ കടൽ കൊള്ളക്കാരെ മുഴുവൻ കീഴടക്കുന്ന രീതിയിലേക്ക് നാവികസേനയ്ക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ നാവികസേന ഈ കടൽ കൊള്ളക്കാരെ നേരിടുന്നൊരു സാഹചര്യത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീഡിയേഴ്സ് പാലിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധ നടപടിയാണ് സ്വീകരിച്ചത്. അതിനുശേഷമാണ് ഈ കപ്പലിനകത്തുണ്ടായിരുന്ന 23 പാകിസ്ഥാൻ സ്വദേശികളായ ആളുകളെ അവിടെ നിന്ന് മോചിപ്പിക്കുകയും പിന്നീട് ഇവർക്ക് തുടർന്ന് സുഗമമായി മത്സ്യബന്ധനം നടത്താൻ ഉള്ള സൗകര്യങ്ങളിലേക്ക് അവരെ അയക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സൊക്കോത്ര ഐലൻഡിന് സമീപത്ത് വെച്ച്, അല്ലെങ്കിൽ ദ്വീപുകൾക്ക് സമീപത്ത് വെച്ച് നടത്തിയ ഈ ഒരു പ്രയത്നം നാവികസേന ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രം അല്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ചു കാലത്തിന് മുൻപ് തന്നെ റിയൺ എന്ന ഒരു കപ്പലിന് നേരെ ഇതുപോലെ സമാനമായ രീതിയിൽ ഒരു ആക്രമണമുണ്ടായി. ഇന്ത്യൻ തീരത്ത് നിന്ന് 2600-ലധികം കിലോമീറ്റർ അകലെ വെച്ചാണ് ആ കപ്പലും ഇതുപോലെ കടൽ കൊള്ളക്കാർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത്. എന്നാൽ അവിടെ 35 കടൽ കൊള്ളക്കാരാണ് ആ കപ്പൽ പിടിച്ചെടുത്തത്. അവരെ എല്ലാം കീഴടക്കിക്കൊണ്ട് 17 കപ്പൽ ജീവനക്കാരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേപോലെ മറ്റൊരു സുപ്രധാന സംഭവം നമുക്ക് ഓർക്കുകയാണെങ്കിൽ, എഡൻ കടലിടുക്കിൽ വെച്ച് ഒരു മർച്ചൻ്റ് വെസലിന് തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയും നാവികസേന പാഞ്ഞെത്തുകയും ആ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും കപ്പലിനകത്തുണ്ടായിരുന്ന 21 പേരെ ഇന്ത്യൻ നാവികസേന സുരക്ഷിതമായി അവരെ രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതുപോലെ അറേബ്യക്കടലിന് സമീപത്തുള്ള പ്രദേശങ്ങളിലും എല്ലാം വളരെ കൃത്യമായ ജാഗ്രത പാലിക്കുകയും ഒപ്പം തന്നെ കടൽ കൊള്ളക്കാരെ അമർച്ച ചെയ്യുന്നതിന് വേണ്ട എല്ലാവിധ പ്രയത്നങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ ഈ അപകടങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം വളരെ സജീവമായി ഇടപെടുന്നു ഇന്ത്യൻ നാവികസേന എന്നത് കൂടി ഇവിടെ ശ്രദ്ധേയമാണ്. ഈ നേട്ടവും ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു തിലകക്കുറി തന്നെയാണ്. തീർച്ചയായും പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറുന്നവരെ തിരിച്ചോടിക്കുന്ന ഇന്ത്യൻ സേന തന്നെയാണ് അപകടത്തിൽപ്പെട്ട 23 പാകിസ്ഥാൻകാരെ രക്ഷപ്പെടുത്തിയത് എന്നതാണ്. നമ്മുടെ സേനാ അംഗങ്ങളുടെ കരുത്ത് വിളിച്ചോതുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പങ്കുവച്ചത്. എങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് നാണക്കേടായിട്ടുള്ള മറ്റൊരു സംഭവം ആണ്. പ്രതികളെക്കുറിച്ച് സൂചന നൽകുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചുവെങ്കിലും രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 പേരെ പിടികൂടാൻ സാധിക്കാത്തത്. പ്രതികളുടെ ചിത്രങ്ങൾ NIA പുറത്തുവിട്ടിരുന്നു. പ്രതികളെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 10 ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി സജ്ജയൻ ആണ് ചേരുന്നത്. സജ്ജയൻ, ഇപ്പോഴും ഈ പ്രതികളെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം അന്വേഷണ ഏജൻസികൾക്കുണ്ടോ? അഭിലാഷ്, ബാംഗ്ലൂർ രാമേശ്വരം സ്ഫോടന കേസിൽ ഏകദേശം ഒരു മാസത്തോളമായി സംഭവം നടന്ന് 9 പേർക്ക് ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റിരുന്നു. തൊപ്പിയും കണ്ണടയും മുഖം മൂടിയും ധരിച്ച ഒരാൾ ഡിജിറ്റൽ ടൈമർ വഴി സ്ഫോടനം നടത്തിയിട്ട് കടന്നുകളഞ്ഞതായി, ആ സ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞതായി പറയപ്പെടുന്നു. അതിന്റെ CCTV, അയാളെ കുറിച്ചുള്ള CCTV ദൃശ്യങ്ങളും അന്ന് തന്നെ പോലീസും NIAയും പുറത്തുവിട്ട് അന്വേഷണം തീവ്രമാക്കിയിരുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘത്തിനാണ് ഈ സ്ഫോടനത്തിന്റെ പിന്നണിയിലെന്ന് NIA സംശയിക്കുന്ന രീതി തമിഴ്നാട് കേന്ദ്രീകരിച്ച് NIA അന്വേഷണം തീവ്രമാക്കിയിട്ടുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ചെന്നൈ, രാമനാഥപുരം, അതേപോലെ കന്യാകുമാരി ജില്ലയിലും NIAയുടെ സംഘം ഇവർ സംശയിക്കപ്പെടുന്ന പ്രതികൾ താമസിച്ചിരുന്നു എന്ന് പറയുന്ന സ്ഥലത്തെത്തി വാടകയ്ക്ക് വീട് നൽകിയവരെ ചോദ്യം ചെയ്യുകയുണ്ടായി. 2 ദിവസങ്ങൾക്ക് മുമ്പ് കന്യാകുമാരി മാവട്ടം മാർത്താണ്ഡത്തിന് സമീപം ചാങ്കയിൽ രാജ മുഹമ്മദ് എന്ന തെങ്കാശിക്കാരനായ ഒരാൾ ഇതിൽ സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന സംശയത്തിന്റെ പേരിൽ കൊച്ചിയിൽ നിന്നുള്ള 5 NIA സംഘം മാർത്താണ്ഡത്തെത്തി വീട്ടുടമയെ ചോദ്യം ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ആണ് ഇന്നലെ NIA 2 ചിത്രങ്ങൾ പുറത്തുവിട്ട് ഇതേക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം നൽകുന്നതായി അറിയിച്ചിരുന്നു. ഏകദേശം 1 മാസത്തോളമായിട്ടും പ്രതികളെ കണ്ടെത്തുന്നതെ NIAയുടെ അന്വേഷണവും തമിഴ്നാട് കേന്ദ്രീകരിച്ച് തീവ്രമായി നടന്നു വരുന്നു. അഭിലാഷ്, തമിഴ്നാട്ടിൽ നിന്ന് സജ്ജയൻ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
അതേ തമിഴ്നാട്ടിൽ നിന്ന് മറ്റൊരു ദുഃഖവാർത്തയാണ് ഇനി പങ്കുവയ്ക്കാനുള്ളത്. തമിഴ് ചലച്ചിത്ര താരം ഡാനിയൽ ബാലാജി അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം എന്നതാണ് വിവരം. മലയാളം, കന്നഡ, തെലുങ്ക് ഭാഷകളിലും തിളങ്ങിയ താരം ആണ് വിടവാങ്ങിയത്. വിശദാംശങ്ങളുമായി ഭവ്യ പാർവതി ചേരുന്നുണ്ട്. ഭവ്യ, ഒരുപക്ഷെ ഈ പേര് അത്ര മലയാളികൾക്ക് പരിചിതം ആകണമെന്നില്ല, പക്ഷേ ഈ കഥാപാത്രത്തെയും ഈ മുഖവും വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നാണല്ലോ. തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വലിയ നഷ്ടമാണിത്? തീർച്ചയായും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ് സിനിമ സീരിയൽ ലോകത്തെ സംബന്ധിച്ച് തീരാ നഷ്ടം തന്നെയാണ് ഡാനിയൽ ബാലാജിയുടെ അന്ത്യമെന്ന് പറയുന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. നെഞ്ചുവേദനയെ തുടർന്ന് അദ്ദേഹത്തെ ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള ഏറെ ദുഃഖകരമായ വാർത്തയാണ് തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വരുന്നത്. തമിഴ് സിനിമ സീരിയൽ രംഗത്തിൽ കൂടിയായിരുന്നു, അല്ലെങ്കിൽ പ്രത്യേകിച്ചും സീരിയലിൽ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം എന്ന് തന്നെ പറയാം. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് മലയാളം, തമിഴ്, കന്നഡ തുടങ്ങി വിവിധ ഭാഷകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്നതാണ്. ഈ അഭിനയ ജീവിതത്തിൻ്റെ തുടക്കം എന്നത് ചിത്തിര എന്ന തമിഴ് സീരിയലിൽ കൂടിയായിരുന്നു. ഈ സീരിയലിൽ നിന്നാണ് ഈ സീരിയൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രമായിരുന്നു ഡാനിയൽ എന്ന പേര്. ആ പേര് തന്നെയാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിലും സ്വീകരിച്ചത്. അങ്ങനെയാണ് ഡാനിയൽ ബാലാജി എന്ന പേരിലേക്ക് അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് തമിഴ് സിനിമാ ലോകം കണ്ടത് അദ്ദേഹം എന്ന നടൻ്റെ വളർച്ചയായിരുന്നു. ഏറെ പ്രധാനമായും നമ്മളൊക്കെ അദ്ദേഹത്തെ തമിഴ് സിനിമകളിൽ പ്രധാനമായും കണ്ടത് പോലീസ് വേഷങ്ങളിലായിരുന്നു. പക്ഷേ മലയാളത്തിലേക്ക് എത്തിയപ്പോൾ പ്രധാനമായും വില്ലൻ കഥാപാത്രങ്ങളിലൂടെ തിളങ്ങിയ ഒരു നടനായിരുന്നു ബാലാജി. ഏറെ ശ്രദ്ധേയമായി അദ്ദേഹം മലയാളത്തിൽ ആദ്യമായി അദ്ദേഹം മമ്മൂട്ടിക്കൊപ്പം ബ്ലാക്ക് എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചത്. പിന്നീട് അങ്ങോട്ട് മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ നിരവധി പ്രധാന നായകന്മാർക്കൊപ്പം വില്ലൻ വേഷങ്ങളിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഡാഡി കൂൾ എന്ന സിനിമയിലാണ് മലയാളത്തിൽ അദ്ദേഹം അവസാനമായി അഭിനയിച്ചതൊപ്പം മോഹൻലാലിനൊപ്പം ഭഗവാൻ എന്ന സിനിമയിലും വില്ലൻ വേഷങ്ങളിൽ ബാലാജി തിളങ്ങിയിരുന്നു. എന്തായാലും തമിഴ് സിനിമാ ലോകത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ. ഏപ്രിൽ മാസത്തിലെന്ന തമിഴ് റൊമാൻറ്റിക് ഡ്രാമയിലൂടെയാണ് അദ്ദേഹം ആദ്യമായി സിനിമാ ലോകത്തിലേക്ക് എത്തിയത്. പിന്നീട് അങ്ങോട്ട് കമൽഹാസൻ്റെ തന്നെ വേട്ടയാട്, വിളയാട്, സൂര്യയുടെ കാക്ക കാക്ക, ധനുഷിൻ്റെ വട, ചെന്നൈ തുടങ്ങിയ നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ശനിയാഴ്ച വൈകുന്നേരമായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ് മലയാള സിനിമയ്ക്കൊക്കെ ഒരു പ്രധാന വില്ലനെയാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ നഷ്ടമായത് എന്ന് തന്നെ പറയേണ്ട സാഹചര്യം. തമിഴ് നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു. മലയാളികൾക്കും പരിചിതനായ താരം ആണ് വിട പറഞ്ഞത്. കഴിഞ്ഞ ദിവസമായിരുന്നു അടൂർ പാട്ടാഴിമുക്കിൽ അപകടമുണ്ടായത്. അപകടത്തിൽ അനുജ, ഹാഷ്മി എന്നിങ്ങനെ 2 പേർ മരിക്കുകയും ചെയ്തു. പക്ഷേ ഈ അപകടത്തെ സംബന്ധിച്ച ദുരൂഹത നീക്കാനാണ് പോലീസിൻ്റെ ശ്രമം. ആ വാർത്തയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. അടൂർ പട്ടാഴിമുക്ക് അപകടത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ്. മരിച്ച അനൂജിയുടെയും ഹാഷിമിൻ്റെയും കോൾ ലിസ്റ്റുകളും സമൂഹ മാധ്യമ ഇടപെടലുകളും അന്വേഷണ പരിധിയിൽ ഉണ്ട്. അനുജയും ഹാഷിമും 1 വർഷത്തിൽ അധികമായി സൗഹൃദത്തിൽ ആയിരുന്നുവെന്നും സൗഹൃദത്തെ ഉലച്ച കാരണം എന്ത് എന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ വിധി ഇന്ന്. കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആണ് കേസിൽ വിധി പറയുക. ചുരിയിലെ മദ്രസ അധ്യാപകൻ ആയിരുന്ന റിയാസിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ ആണ് വിധി പ്രസ്താവം വരാൻ പോകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, നേരത്തെ വിധി പ്രസ്താവിക്കാൻ ഇരുന്നതാണ്, അത് പിന്നീട് മാറ്റിവെച്ച പശ്ചാത്തലമുണ്ടാകുന്നു. ഇപ്പോൾ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? ഏറെ കോളിലൊക്കെ സൃഷ്ടിച്ച ഒരു കേസായിരുന്നല്ലോ. തീർച്ചയായും
ജില്ലയിൽ ഉടനീളം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം കോടതിയിലും വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയത്. ID കാർഡ് ഉള്ളവരെ മാത്രമാണ് കോടതി വളപ്പിനകത്ത് കയറ്റുന്നത്. അത്തരത്തിൽ വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമല്ല, അവധിയിൽ പോയ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരോടും ഇന്ന് ഡ്യൂട്ടിക്ക് ഹാജരാകാൻ നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പഴുതടച്ചുള്ള സുരക്ഷ ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടാകുമോ എന്ന ആശങ്ക ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സുരക്ഷ ഒരുക്കിയത്. ഏതായാലും ചൂരിയിലെ മദ്രസ അധ്യാപകരും അതുപോലെ തന്നെ കുടക് സ്വദേശിയുമായ മുഹമ്മദ് റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലാണ് ഇന്ന് വിധി പറയുന്നത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KK ബാലകൃഷ്ണനാണ് വിധി പറയുക. എന്തായാലും 2017 മാർച്ച് 20 പുലർച്ചെ പഴയ ചൂരിപ്പള്ളിയിൽ താമസ സ്ഥലത്ത് കയറിയാണ് ഇത്തരത്തിൽ ഒരു സംഘം റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയത്. കേസിൽ കേളുകുട്ട അയ്യപ്പനഗർ ഭജന മന്ദിരത്തിന് സമീപത്തെ അജേഷ്, നിതിൻ, അഖിലേഷ് എന്നിവരെ പോലീസ് അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ ഇപ്പോഴും ജയിലിൽ തന്നെയാണുള്ളത്. ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന ഡോക്ടർ A ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസിൽ അന്വേഷണം പൂർത്തിയാക്കിയത്. ഈ SP ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെത്തിയിട്ടുണ്ട്. ഒപ്പം അന്ന് അന്വേഷണം നടത്തിയ മുഴുവൻ ഉദ്യോഗസ്ഥരോടും ഇന്ന് കോടതിയിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. DNA പരിശോധന ഫലമടക്കം 50-ലേറെ രേഖകളാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. 97 സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു. 215 രേഖകളും ഒപ്പം 45 തൊണ്ടിമുതലുകളുമാണ് കോടതിയിൽ സമർപ്പിച്ചത്. എന്തായാലും ഫെബ്രുവരി 29-നും മാർച്ച് 7-നും വിധി പ്രസ്താവിക്കാനിരുന്നുവെങ്കിലും മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് എന്തായാലും ഇത് സംബന്ധിച്ച വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും കാണുമ്പോൾ എന്തായാലും പറയാൻ സാധിക്കുക. അഭിലാഷ്. KV ബൈജുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അഭിമന്യു വധക്കേസിൽ കാണാതായ രേഖകളുടെ പകർപ്പുകൾ ഒത്തുനോക്കി ആധികാരികത ഉറപ്പാക്കാൻ ഹൈക്കോടതി നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2:30 വരെയാണ് അനുവദിച്ചിട്ടുള്ള സമയം. വിഷയത്തിൽ തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇത്തരത്തിൽ ഒത്തുനോക്കാൻ, രേഖകൾ പരിശോധിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അഭിലാഷ്, ഇന്ന് 2:30-നകം രേഖകൾ പരിശോധിച്ച് ആധികാരികത ഉറപ്പുവരുത്തിയ ശേഷം റിപ്പോർട്ട് കോടതിയെ അറിയിക്കണമെന്നാണ് ഉത്തരവുള്ളത്. എന്തായാലും ഇന്ന് തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രോസിക്യൂഷനും പ്രതിഭാഗം വക്കീലും അടക്കം ഇരുന്നിട്ടായിരിക്കും ഇന്ന് രേഖകൾ പരിശോധിക്കുക. അതോടൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് ഉണ്ടാകും. എന്തായാലും 11 രേഖകളാണ് കാണാതായത്. പ്രധാനമായ അഭിമന്യു കേസിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ കുറ്റപത്രം, സാക്ഷികളുടെ മൊഴി അടങ്ങുന്ന 11 രേഖകളാണ് കാണാതായത്. ഇത് വലിയൊരു വിവാദമാവുകയും ചെയ്തിരുന്നു. പിന്നെ തുടർന്നാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും ഹൈക്കോടതിയിലേക്ക് ഇത്തരത്തിൽ രേഖകൾ കാണാതായി എന്നുള്ളൊരു ഹർജി പോകുന്നത്. പിന്നീട് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ തന്റെ പക്കലുള്ള കോപ്പികളുടെ പകർപ്പ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. പക്ഷേ ഇതിൽ ചില സംശയങ്ങളുണ്ട് എന്ന പ്രതിഭാഗത്തിന്റെ ഒരു ഹർജി പോയിരുന്നു. പ്രതിഭാഗം ഉന്നയിച്ചത് ഈ ഒരു ആധികാരികതയിൽ തങ്ങൾക്ക് ചെറിയ സംശയമുണ്ട്. ഈ രേഖകൾ ഏതെങ്കിലും വിധത്തിൽ മാറ്റി വെക്കാനോ അല്ലെങ്കിൽ ഈ പ്രതികൾക്കെതിരായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഈ രേഖകൾ ഉപയോഗിക്കുമോ എന്നുള്ളൊരു സംശയം പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു സംശയമുണ്ടെങ്കിൽ പ്രതിഭാഗത്തിന്റെ കയ്യിലിരിക്കുന്ന രേഖകളും പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകളും തമ്മിൽ ഒത്തുനോക്കി സംശയങ്ങളൊന്നുമില്ല എങ്കിൽ അതുടൻ തന്നെ കോടതിയെ അറിയിക്കണം എന്നുള്ളൊരു ഉത്തരവ് കോടതി ഇറക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 2:30 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും അതിനുള്ളിൽ തന്നെ രേഖകളെല്ലാം പരിശോധിച്ച ശേഷം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ രേഖകൾ കാണാതായത് 2022-ലാണെന്നുള്ളൊരു വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിശദാംശങ്ങൾ നൽകിയത് നവമി ദിനേശ്. കഴിഞ്ഞ ദിവസം ചർച്ചയായൊരു വാർത്തയായിരുന്നു പാലക്കാട് കുഴൽമന്ദത്ത് വൃദ്ധയെ 2 പന്നികൾ ആക്രമിച്ചത്. അവരെ കടിച്ചു പരിക്കേൽപ്പിച്ച ഒരു സംഭവം ആയിരുന്നു അത്. ഇപ്പോൾ ആ 2 പന്നികളെയും വെടിവെച്ചു കൊന്നിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇന്ന് പുലർച്ചെ വെടിവെച്ചത്. വിനേഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനേഷ്, വലിയ പ്രതിഷേധവും വിമർശനവും ഒക്കെ ഉയർന്ന ഒന്നുകൂടിയാണ്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇന്ന് പുലർച്ചെ 3:30 കൂടിയാണ് ഈ അക്രമകാരികളായ 2 പന്നികളെ വനംവകുപ്പ് വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ളത്, വെടിവെച്ച് കൊന്നിരിക്കുന്നത്. ഇന്നലെ 7:45 കൂടിയാണ് കുഴൽമന്ദം സ്വദേശിയായ സത്ത എന്ന് പറഞ്ഞ സ്ത്രീയെ കാട്ടുപന്നി ആക്രമിച്ചത്. കാട്ടുപന്നികൾ കുത്തി വീഴ്ത്തിയ ശേഷം കാലിൽ കടിക്കുകയായിരുന്നു. പാദത്തിന് തൊട്ടു മുകളിലാണ് ഇവർക്ക് കടിയേറ്റിട്ടുള്ളത്. ഇതേ തുടർന്ന് ഇവരെ ആശുപത്രിയിൽ, പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി. അതിനുശേഷം
തൃശ്ശൂരിലേക്ക് വരെ മാറ്റുകയായിരുന്നു. അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടി ഇവരെ മാറ്റുകയായിരുന്നു. അവരുടെ നില കുറച്ച് ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് ഇപ്പോൾ വനം വകുപ്പ് 2 പന്നികളെയും വെടിവെച്ചത്. വിശദാംശങ്ങൾ നൽകിയത് വിനേഷ് കുമാർ. അതേസമയം ദേവികുളത്ത് വീണ്ടും പടയപ്പ് ഇറങ്ങി. താലൂക്ക് ഓഫീസിന് സമീപം ജനവാസ മേഖലയിലാണ് പടയപ്പ് ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് ഇറങ്ങിയ ചക്കക്കൊമ്പൻ തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെ ആക്രമിച്ചു. ആക്രമണത്തിൽ പശുവിന്റെ നടുവ് ഒടിഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രിൻസ് ജെയിംസ് ആണ് ചേരുന്നത്. പ്രിൻസ്, പടയപ്പയും ചക്കക്കൊമ്പനും ഇടുക്കിയിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്താണ് ഇതിൽ വനം വകുപ്പിന്റെ നിലപാട്? അഭിലാഷ്, വനം വകുപ്പ് കാട്ടാനകളെ തുരത്താൻ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും പടയപ്പ എല്ലാ ദിവസവും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ 3 ദിവസത്തിലധികമായി ദേവികുളം മേഖലയിലാണ് പടയപ്പയുള്ളത്. കഴിഞ്ഞ രാത്രിയിലും ദേവികുളത്തെ സർക്കാർ ഓഫീസുകൾ, താലൂക്ക് ഓഫീസും കളക്ടർ ഓഫീസും ഒക്കെ അടക്കം സ്ഥിതി ചെയ്യുന്ന ജനവാസ മേഖലയിൽ പടയപ്പ ഇറങ്ങി. നാശനഷ്ടങ്ങൾ ഇന്നലെ വരുത്തിയിട്ടുണ്ട്, കഴിഞ്ഞ രാത്രി വരുത്തിയിട്ടില്ല. എന്നാൽ അതിനു മുൻപുള്ള ദിവസങ്ങൾ ഫാക്ടറി ഡിവിഷനിലും ലാക്കാടും ഒക്കെ ഇറങ്ങിയ ആന പരിഭ്രാന്തി വർത്തുകയും വാഹനങ്ങൾ തടയുകയും ഒപ്പം കൃഷിനാശം വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേസമയം ചിന്നക്കനാലിൽ സിംഗുകണ്ടത്ത് ഏതാനും ദിവസങ്ങളായി ചക്കക്കൊമ്പന്റെ ആക്രമണം തുടരുകയാണ്. ചക്കക്കൊമ്പൻ പടയപ്പയെ അപേക്ഷിച്ച് കൂടുതൽ ആക്രമണകാരിയാണ്. കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ വളർത്തു പശുവിന് പരിക്കേറ്റതായി നാട്ടുകാർ പറയുന്നു. ഈ പശുവിനെ വീടിന് സമീപത്ത് നിന്ന് നിർത്തി തീറ്റുകയായിരുന്നു ഉടമ. ഈ സമയത്താണ് സമീപത്ത് നിന്നും കാട്ടാന പാഞ്ഞെത്തിയത്. ഇതോടെ ഈ വീട്ടമ്മ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ഈ ആന പശുവിനെ ആക്രമിച്ചു എന്നാണ് അവർ പറയുന്നത്. ആനയ്ക്ക് പരിക്കേറ്റിരുന്നു. എന്നാൽ ഈ വിഷയം വനം വകുപ്പിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും അവർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഏതാനും ദിവസങ്ങളായി ചക്കക്കൊമ്പൻ സ്ഥിരമായി ഈ സിംഗുകണ്ടത്ത് ഇറങ്ങുന്നു. വീടിന് നേരെ ആക്രമണം നടത്തി. ഒപ്പം കഴിഞ്ഞ ദിവസം 301 കോളനിയിൽ ഷെഡിന് നേരെ ആക്രമണം നടത്തി. പതിവായി ഈ ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്താൻ വനം വകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അഭിലാഷ്, നാട്ടുകാരുടെ വിമർശനങ്ങൾ അതിശക്തമാണ്. അതേസമയം തൃശൂർ മച്ചാട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. തെക്കുംകര പഞ്ചായത്തിലെ മേലില്ലത്ത് പുലർച്ചെ ഇറങ്ങിയ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു. മണ്ടോളി വീട്ടിൽ ഷാജിയുടെ 25-ൽ അധികം വാഴകൾ ആനക്കൂട്ടം നശിപ്പിച്ചു. വീട്ടുകാർ ശബ്ദം ഉണ്ടാക്കി ആനകളെ മേഖലയിൽ നിന്ന് തുരത്തി. വേനൽ രൂക്ഷമായതോടെ വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കാത്തതിനെ തുടർന്നാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വാൽപ്പാറ ഇഞ്ചിപ്പാറ എസ്റ്റേറ്റിൽ വൻ തീപിടുത്തമുണ്ടായി. തൊഴിലാളി ലയങ്ങൾ നശിച്ചു. 6 കുടുംബങ്ങളുടെ ക്വാർട്ടേഴ്സുകൾ ആണ് കത്തി നശിച്ചത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. സംസ്ഥാനത്ത് നിന്നുള്ള വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഉത്തർപ്രദേശിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മെഗാ റാലിയോടെ തുടക്കം ആവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് റാലിക്ക് തുടക്കം കുറിക്കുന്നത്. 370 സീറ്റുകൾ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഉത്തർപ്രദേശിലെ വിജയം നിർണായകം ആകുന്ന സാഹചര്യത്തിലാണ്
താരപ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. യു.പിയിൽ 80 സീറ്റുകളിൽ പരമാവധി നേടുകയാണ് ലക്ഷ്യം. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും രാഷ്ട്രീയ ലോക്ദൾ നേതാവ് ജയന്ത് ചൗധരിയുടെയും സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മെഗാ റാലിയെ അഭിസംബോധന ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുകയാണ്. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്, കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ, ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ എന്നിവർ ആണ് ഇന്ന് പത്രിക നൽകുന്നവരിൽ പ്രമുഖർ. ഈസ്റ്റർ അവധി ദിവസമായ നാളെ ഒഴികെ ഇനി 4 ദിവസം കൂടിയാണ് പത്രിക സമർപ്പിക്കാനുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരും. ആദ്യം MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, കോഴിക്കോട് MK രാഘവൻ ഇന്ന് പത്രിക സമർപ്പിക്കുന്നു. കൂടുതൽ പോരാട്ടം ശക്തമാവുകയാണല്ലോ. തീർച്ചയായും കഴിഞ്ഞ 3 വട്ടവും മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MK രാഘവൻ ഇന്ന് 11-നോടുകൂടി കളക്ടർക്ക് മുമ്പാകെ പത്രിക സമർപ്പിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ കൊടുവള്ളിയിലെ ചില അനാഥാലയങ്ങളിലും മറ്റുമൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തുന്നു. അതിനുശേഷമാണ് പത്രിക സമർപ്പണത്തിനായി എത്തുന്നത്. ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളും UDFന്റെ നേതാക്കളുമൊക്കെ അദ്ദേഹത്തോടൊപ്പം പത്രികാ സമർപ്പണത്തിന് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട് മണ്ഡലത്തിലെ മറ്റ് 2 സ്ഥാനാർത്ഥികളായ LDFന്റെ എളമരം കരീമും NDAയുടെ MT രമേശും 3-ാം തീയതി പത്രിക സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് സ്ഥാനാർത്ഥികളും വരും ദിനങ്ങളിൽ പത്രിക സമർപ്പിക്കും എന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് നീങ്ങുന്നതിനിടെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള നടപടിക്രമങ്ങളുമായി സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ പര്യടനം ഇന്ന് ഈ പത്രികാ സമർപ്പണ തീയതി ആയതുകൊണ്ട് തന്നെ ഉണ്ടാവില്ല. 12 മണിക്ക് ശേഷം ഇൻകം ടാക്സ് ഓഫീസിന് മുമ്പിൽ കോൺഗ്രസ് നടത്തുന്ന പ്രക്ഷോഭത്തിലും MK രാഘവൻ പങ്കെടുക്കുകയും ചെയ്യും. കോഴിക്കോട് സൗത്ത് മേഖലയിലാണ് എളമരം കരീമിന്റെ പര്യടന പരിപാടികൾ നടക്കുന്നത്. ഇന്നലെ കോഴിക്കോട് നോർത്ത് മേഖലയിലായിരുന്നു അദ്ദേഹം പര്യടനം നടത്തുകയും ചെയ്ത്. വടകരയിലെ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്നു. ശൈലജ ടീച്ചർ കുറ്റ്യാടി ഭാഗത്താണ്, കുറ്റ്യാടി മണ്ഡലത്തിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുന്നത്. കൂത്തുപറമ്പ് മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ പോയി വോട്ട് തേടുകയാണ് ഷാഫി പറമ്പിൽ ചെയ്യുന്നത്. എന്തായാലും ഈ ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെ ബന്ധപ്പെട്ട അവധി ദിനങ്ങളായതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാർ വീടുകളിലും അവരുടെ സ്വന്തം മേഖലകളിലും കാണും. അതുകൊണ്ട് തന്നെ അവരെ കൂടുതൽ പേരെ നേരിട്ട് കണ്ട് വോട്ട് തേടി വോട്ടുറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. അഭിലാഷ്, ഈ തരത്തിലാണ് കോഴിക്കോട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പ്രചാരണവും അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. VV അരുൺ ഉണ്ട് തെക്കൻ കേരളത്തിലെ വിശദാംശങ്ങളുമായി. അരുൺ, അതിൽ ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിൽ പ്രധാനപ്പെട്ട നേതാവ് എന്നത് V മുരളീധരൻ ആണ്. മറ്റുള്ളവർ എപ്പോഴായിരിക്കും പത്രിക നൽകുക? അത്തരം വിവരങ്ങൾ കൂടി. അഭിലാഷ്, V മുരളീധരൻ ഇന്ന് രാവിലെ 11 മണിക്ക് ജില്ലാ കളക്ടറേറ്റിൽ പത്രിക സമർപ്പിക്കും. അവിടെ ADMന് മുമ്പാകെയാകും പത്രിക സമർപ്പിക്കുക. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരം ADMന് മുമ്പാകെയാകും പത്രിക സമർപ്പിക്കേണ്ടത്. ഇന്ന് വലിയ പ്രകടനത്തോടെ എത്തിയാകും V മുരളീധരനും മറ്റ് BJP നേതാക്കളും ഒപ്പം ഉണ്ടാകും. അദ്ദേഹം പത്രിക സമർപ്പിക്കും. മറ്റ് സ്ഥാനാർത്ഥികൾ അടുത്ത ദിവസങ്ങളിൽ 2, 3, 4 തീയതികളിലായാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ മറ്റു സ്ഥാനാർത്ഥികൾ പത്രിക നൽകുക. ഏതായാലും പ്രചരണം വളരെ വേഗത്തിൽ തന്നെ, വളരെ ഉചിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സ്ഥാനാർത്ഥികൾ. ഇന്ന് പള്ളികളിൽ പ്രാർത്ഥനയുണ്ട്. ശശിധരൂർ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ പാതിരാ കുർബാനയിൽ അടക്കം പങ്കെടുക്കും. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുരിശിന്റെ വഴിയിലും അതുമായി ബന്ധപ്പെട്ട ആചാരപരമായ പരിപാടികളിലാണ് പ്രധാനമായും നേതാക്കൾ പങ്കെടുത്തത്. ഇന്നും നാളെയുമായി അത്തരം അവിടെ പരമാവധി ആളുകളെ നേരിൽ കണ്ട് ആ രീതിയിൽ വിശ്വാസികളുടെ വോട്ട് കൂടി നേടാൻ ശ്രമത്തിലാണ് മുന്നണി സ്ഥാനാർത്ഥികൾ. ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി V മുരളീധരൻ ഇന്ന് പത്രിക സമർപ്പിക്കുന്നുണ്ട്. യുക്രൈനിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തിയ വിദ്യാർത്ഥികൾ ആണ്, മെഡിക്കൽ വിദ്യാർത്ഥികൾ. നമുക്കറിയാം, റഷ്യ-യുക്രൈൻ യുദ്ധസമയത്ത് നിരവധി മലയാളികൾ അവിടെ കുടുങ്ങിപ്പോയിരുന്നു. അവരെ തിരികെ എത്തിക്കാൻ വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിലൊക്കെ V മുരളീധരൻ്റെ ഇടപെടലുണ്ടായിരുന്നു. അവരിൽ നിന്നാണ് മത്സരത്തിനായി കെട്ടിവെക്കുന്ന തുക കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് BJP അവകാശപ്പെടുന്നത്. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, പത്തനംതിട്ട ഏറ്റവും പ്രധാന പോരാട്ടം നടക്കുന്ന മണ്ഡലമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മുൻ ധനമന്ത്രി തോമസ് ഐസക് ഇന്ന് പത്രിക സമർപ്പിക്കുകയാണ്. എപ്പോഴാണ് പത്രികാ സമർപ്പണം? ഏതെങ്കിലും തരത്തിൽ റാലിയോ ജാഥയോ ഒക്കെയായി പത്രിക സമർപ്പിക്കുകയാണോ ചെയ്യുന്നത്? അഭിലാഷ്, ഇന്ന് രാവിലെ 10 മണിക്കാണ് LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് ഇന്ന് പത്രിക സമർപ്പിക്കുന്നത്. രാവിലെ 9 മണിക്ക് പത്തനംതിട്ട അഭാവം ജംഗ്ഷനിൽ നിന്നും പ്രവർത്തകരുടെ പ്രകടനമായി എത്തിയാണ് 10 മണിയോടുകൂടി കളക്ടറേറ്റിലെത്തും. അതിനുശേഷമായിരിക്കും പത്രിക സമർപ്പിക്കുന്നത്.
അയച്ചതിനോടൊപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി AP ഉദയഭാനു, LDF പ്രവർത്തകർ, ഇലക്ഷൻ കമ്മിറ്റിയുടെ ചുമതലയുള്ള നേതാക്കന്മാരൊക്കെ ഈ ഇതിൽ പങ്കെടുക്കും. എന്തായാലും 10 മണിക്ക് തന്നെ നോമിനേഷൻ കൊടുക്കുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. 9 മണിയോടുകൂടിയാണ് പ്രകടനത്തിനുള്ള ആളുകൾ പാർട്ടി അബാൻ ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി ഈ പത്രിക സമർപ്പിക്കാനെത്തുന്നത്. ആന്റോ ആന്റണിയും 3-ാം തീയതി പത്രിക കൊടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 3 സ്ഥാനാർത്ഥികളാണ് നിലവിലുള്ളത്. തോമസ് ഐസക്കും ആന്റോ ആന്റണിയും അനിൽ ആന്റണിയും. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുമാണ് നിലവിൽ 3 സ്ഥാനാർത്ഥികളാണ് 19 ലോക്സഭ മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്നത്. ഈ 2 പേരാണ് ഈ പത്രിക സമർപ്പിക്കുന്നത്. നാളെ 3-ാം തീയതിയോടുകൂടി ആന്റോ ആന്റണി പത്രിക സമർപ്പിക്കുമെന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന പാർട്ടി അവരുടെ UDFന്റെ നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും 11 മണിയോടുകൂടി തന്നെ തോമസ് ഐസക്ക് പത്രിക 10 മണിക്കും 11 മണിക്കും മധ്യേ ഈ പത്രിക സമർപ്പിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, ഏപ്രിൽ 4 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം. ഇന്നലെ വാർത്താരംഭത്തിൽ കാസർഗോഡ് മണ്ഡലത്തിലെ നിലവിലെ MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ താൻ വിജയം ആവർത്തിക്കും എന്നും ഇരട്ടി ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നുമാണ് അവകാശപ്പെട്ടത്. എങ്കിൽ കഴിഞ്ഞ തവണ നഷ്ടമായി കാസർഗോഡ് ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നാണ് LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ പറയുന്നത്. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ ശൂന്യതയായിരുന്നു എന്നും LDF കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ പലതും പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് എന്നും അദ്ദേഹം പറയുന്നു. LDF കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററാണ് ന്യൂസ് 8നോട് ഇപ്പോൾ ചേരുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് തന്നെയാണ് LDFന് മുന്നിലുള്ള ഏറ്റവും പ്രധാന കാര്യം. എന്തായാലും എന്താണ് നിലവിലെ അവസ്ഥ എന്ന് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. പക്ഷേ എന്താണ് ഇപ്പോൾ ഉള്ളൊരു പ്രതീക്ഷ? ഞാൻ ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും 3-ലേറെ തവണ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഒരു നിശ്ചയദാർഢ്യം ജനങ്ങളിൽ രൂഢമൂലമായി വളർന്നു വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായി LDFൻ്റെ കൈവശമുണ്ടായിരുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ 5 വർഷക്കാലം നഷ്ടപ്പെട്ടതിലുള്ള നഷ്ടബോധം, നിരാശ, പശ്ചാത്താപം ഇത് ജനങ്ങളിൽ ആകെ നല്ലതുപോലെ സന്നിവേശിക്കപ്പെട്ടിട്ടുണ്ട്. അവരിപ്പോൾ അത് തിരിച്ചു പിടിച്ചേ അടങ്ങൂ എന്നുള്ള വാശിയിൽ തന്നെയാണ്, നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് വോട്ടർമാരും വോട്ടർമാരെ അടക്കമുള്ള ജനങ്ങളും ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത്. എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇത്തവണ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF തിരിച്ചു പിടിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. ഈ UDF സ്ഥാനാർത്ഥി പറയുന്നത് കഴിഞ്ഞ 5 വർഷമായി മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ഒപ്പം ഈ സർക്കാരിന് എതിരെ ജനവികാരമുണ്ട്, അത് ഇത്തവണയും തുണയാവും, ഇരട്ടി ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ്. അതിന് എങ്ങനെ കാണുന്നു? ഇത് ഈ കഴിഞ്ഞ 5 വർഷമാണല്ലോ അദ്ദേഹം പറയുന്നത്. ബാലകൃഷ്ണൻ മാസ്റ്റർ എന്ന ഞാൻ ജനിച്ച് പെറ്റു വീണ മണ്ണാണ് കാസർഗോഡിൻ്റെ മണ്ണ്. ഇവിടെ തന്നെ വിദ്യാഭ്യാസം നേടി, ഇവിടെ തന്നെ ജനങ്ങളുടെ പ്രവർത്തിച്ച് ഇപ്പോഴും ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പകൽ വെളിച്ചം പോലെ വ്യക്തമല്ലേ കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിൻ്റെ ബിഗ് സീറോ വികസന കാര്യത്തിൽ, ക്ഷേമ നടപടികളിൽ എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിനു മുമ്പ് ഈ 3.5 പതിറ്റാണ്ട് കാലം നമ്മുടെ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തട്ടെ. ഈ അനുഭവങ്ങളാണല്ലോ ഏറ്റവും വലിയ ഗുരുനാഥൻ. അത് കാസർഗോഡ് മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം. 5 വർഷക്കാലം ശൂന്യതയായിരുന്നു ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. അതിൽ വികസനോന്മുഖമായ മുമ്പുണ്ടായിരുന്ന പല പദ്ധതികളും പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോയി. 5 വർഷക്കാലം വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കണം. പുതിയ പുതിയ വികസനങ്ങൾ ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിക്കകത്ത് കൊണ്ടുവരണം. അത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആർക്കാണ് അതിന് സാധിക്കുക എന്നുള്ളത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റിയിട്ടുള്ളത് LDF പ്രതിനിധികൾ പാർലമെൻറ്റിലേക്ക് പോയ സന്ദർഭത്തിൽ മാത്രമാണ്. അതിന് ഏറ്റവും അധികം വിരാമം വന്നിട്ടുള്ളത് കഴിഞ്ഞ 5 വർഷമാണ്. അത് തിരിച്ചു കൊണ്ടുവരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇപ്പോൾ ശക്തമായിട്ട് CPM രംഗത്ത് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടെന്നാണ് കോൺഗ്രസിൻ്റെ ഒരു ആരോപണം. അത് തെറ്റായ പ്രചരണമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു 7 വർഷമായി കാസർഗോഡിൻ്റെ പാർട്ടിയുടെ സെക്രട്ടറിയാണ്, CPMൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. 5 വർഷം മുമ്പ്, ഒരു 4.25-5 വർഷം മുമ്പ് പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പുണ്ടായിട്ടില്ലല്ലോ. അന്ന് ഈ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പുണ്ടായിട്ടില്ലല്ലോ. ആ സന്ദർഭത്തിൽ കാസർഗോഡ് അടക്കം കേരളത്തിലടക്കം ഈ മനുഷ്യ കോട്ട തീർത്തത് ആരാ? അന്ന് വോട്ടിന് വേണ്ടിയിട്ടാണോ? അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? പൗരത്വ ഭേദഗതി ബില്ല് ഈ എൻ്റെ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് ശക്തമായി പ്രതികരിച്ചില്ലേ? വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണോ?
അല്ലല്ലോ. അതിനുശേഷം LDF എടുത്തിട്ടുള്ള കേരള സർക്കാർ എടുത്ത നിലപാടെന്താ? അന്ന് കോൺഗ്രസ് എടുത്ത നിലപാട് നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അറിയാമല്ലോ. പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് നിസ്സംഗമായി നോക്കിയെന്നില്ലേ? പത്രപ്രതിനിധികൾ, ചാനലുകാർ അവരോട് പോയി ചോദിച്ചു, എന്താണ് നിങ്ങൾ പ്രതികരിക്കാത്ത? അപ്പം പറഞ്ഞത്, ഈ ബില്ലല്ലേ വന്നുള്ളൂ, ഇനി ആക്ട് വരട്ടെ, ആക്ട് വന്നാൽ ഞങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ പ്രതികരിക്കാം. ഇപ്പോൾ വന്നല്ലോ, ഒരാഴ്ച കാലമായിട്ട് ആക്ട് വന്നല്ലോ, എന്തേ മിണ്ടാത്തത്? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള, പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമാൻ ഖാർഗെ, അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ബില്ലിനെ കുറിച്ച് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ വന്ന ആക്ടിനെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾ ആലോചിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അന്ന് സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള ഈ ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശ്രീമാൻ നമ്മുടെ ബാലഗോപാലൻ എന്താ പറഞ്ഞു, വേണുഗോപാലൻ എന്താ പറഞ്ഞത്? വേണുഗോപാലൻ ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതെന്താ കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇതിനോട് അവർക്ക് ആർജവത്തോട് തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഇപ്പം നോക്ക് നിങ്ങൾ, മുഖ്യമന്ത്രി പറഞ്ഞു ഈ ബില്ല് നടപ്പാക്കല്ല എന്ന് പറഞ്ഞാൽ നടപ്പാക്കില്ല. സ്ഥാനാർത്ഥികളുടെ അവകാശവാദങ്ങൾ എല്ലാം ഈ നിലയിൽ പുരോഗമിക്കുകയാണ്. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ FCയെ നേരിടുകയാണ്. വൈകിട്ട് 7:30 മത്സരം. ഡിസംബർ മുതൽ പരിക്ക് കാരണം പുറത്തിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ ലൂണ ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇന്ന് കളിക്കില്ലെന്ന് പരിശീലകൻ ഇവാൻ വുക്കനോവിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ടീമിനൊപ്പം 2 ദിവസമായി പരിശീലനം നടത്തുന്നുണ്ട് എങ്കിലും മാച്ച് ഫിറ്റ്നസിൽ എത്താൻ സമയമെടുക്കുമെന്ന് ഇവാൻ പറഞ്ഞു. നിലവിൽ 18 മത്സരങ്ങളിൽ 29 പോയിന്റുമായി ലീഗ് പട്ടികയിൽ 5ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ശേഷിക്കുന്ന 4 മത്സരങ്ങളിൽ 2 പോയിന്റ് കൂടി നേടിയാൽ കൊച്ചി ക്ലബിന് പ്ലേ ഓഫ് എലിമിനേറ്ററിൽ കളിക്കാനാകും. തലനാരിഴയ്ക്ക് എന്ന് മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്. വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട കാർ യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കുറിച്ചിപ്പറ്റയിലാണ് റോഡിലൂടെ നടന്നു നീങ്ങിയ ആന കാറിന് നേരെ വന്നത്. നാട്ടുകാർ ഒച്ചവെച്ചതിനെ തുടർന്നാണ് കാർ ആക്രമിക്കാതെ ആന പിന്തിരിഞ്ഞത്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറൽ ആണ്. ഈ ദൃശ്യങ്ങളോടെ ഇന്നത്തെ വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. കാറുകാരൻ ബേക്കും ഒരു ബൈക്കാരൻ വരുന്നുണ്ട്. ചേട്ടനെ അങ്ങോട്ട് പോലെ ആ കാറുകാരനെ നിൽക്കട്ടെ, സൈഡിൽ പൊക്കോളൊന്നും ഒന്നല്ലേ. ചിലപ്പോ അവിടെ തിരിയുന്നു. ഭാഗ്യം കേട്ടോ. ജീവൻ കത്തിയിട്ടുണ്ടാവും. പിന്നെ സുഹൃത്തുക്കളായിരുന്നു.